ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അടയാളക്കല്ലിലാണ്. അടയാളക്കല്ല് വ്യൂ പോയിന്റ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ തങ്കമണിയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെയായിട്ട് അടയാളക്കല്ല് ശ്രീ ഭദ്രകാളി ക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് കാഴ്ചകളുമുണ്ട്, ഒരു വ്യൂ പോയിൻറ്റുമുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ്. നമ്മളിന്ന് വന്നപ്പം വലിയ മഴയോ മഞ്ഞും ഒന്നുമില്ലായിരുന്നു. അപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ നല്ല അടിപൊളി വഴിയാണ്. നല്ല സുഖമായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം. പണ്ട് ഈ വഴിയൊക്കെ ചെറിയ മൺവഴിയായിരുന്നു. അന്ന് ഭയങ്കര പാടായിരുന്നു ഈ ഒരു വഴിയൊക്കെ പോകാൻ. ഇതിപ്പോൾ കുറേ കാലം ആയതേ ഉള്ളൂ ഈ വഴി ഇതുപോലെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് പണിതിട്ട്. അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞൊരു വഴിയുണ്ട്. അതുകൊണ്ട് ഇച്ചിരിയും കൂടെ അങ്ങ് പോയി കഴിയുമ്പോൾ അവിടെ ഒരു കുരിശൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുരിശിൻ്റെ അവിടെ നിന്ന് വലത്തോട്ടൊരു വഴിയുണ്ട്. അതിലെയാണ് നമ്മൾ കയറി പോകേണ്ടത്. അപ്പം ഇതിലേ അങ്ങ് കയറി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു വല്ലാത്ത മാറ്റമാണ് അങ്ങ് മാറുന്നത്. ഒരു വലിയൊരു കയറ്റമാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കുന്നിലേക്ക്. അപ്പോൾ ആ കുന്നിൻ്റെ മുകളിലാണ് ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രം ഉള്ളത്. അപ്പം ആ കുന്നിലേക്ക് പോകുന്ന വഴിക്ക് അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ലഭിക്കുക. പക്ഷേ ഒരു കോടമഞ്ഞൊക്കെ ഉള്ള സമയത്ത് വരികയാണെങ്കിൽ ഇവിടെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല, മൊത്തം മഞ്ഞായിരിക്കും. പിന്നെ ഒരു രാവിലെയൊക്കെ വരുവാണെങ്കിൽ മഞ്ഞുണ്ടാകും. പിന്നെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ മഞ്ഞ് വരാൻ സാധ്യതയുണ്ട് ഇവിടെ. അപ്പം നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ മേളോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഈ ഒരു കുന്നിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയും. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഇതാണ് അടയാളക്കല്ല് വ്യൂ പോയിന്റ്. നമ്മൾ കുറേ കയറി ആ ഒരു ഓഫ് റോഡ് വഴിയെല്ലാം കയറി കുത്തനെ കയറ്റമാണ്. അതൊക്കെ കയറി വന്നാൽ നമുക്ക് മനോഹരമായ വ്യൂസ് ഇതുപോലെ കാണാം. കുറേ അങ്ങോട്ട് നോക്കിയാൽ മൊത്തം മലനിരകളാണ് നിരന്ന് കിടക്കുന്നത്. പച്ച പുല്ലുകൾ, പച്ച പരവതാനി വിരിച്ച മലനിരകൾ, ക്ലൗഡ്സുകൾ, ക്യൂമുലോ നിംബസ് ക്ലൗഡ്സുകൾ, സ്ട്രാറ്റോ ക്യൂമുലസ് ക്ലൗഡ്സ്, ഒരുപാട് ക്ലൗഡ്സുകളും ഉണ്ട്. സോ ഇതെല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ യു ഷുഡ് കം ഹിയർ. ഓക്കെ, ഞങ്ങൾ ലൊക്കേഷൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ടാറ്റാ. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് പുൽമേടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. നമ്മൾക്ക് കയറി കാണണമെങ്കിൽ കുറച്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. കാരണം കുറച്ച് സ്കിൽസൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് കയറാൻ പറ്റും. അതുകൊണ്ട് കയറി നോക്കാം. പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ മുകളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. കുറച്ച് റിസ്ക് പിടിച്ച വഴിയാണ്. അപ്പം പറ്റുന്നവർ മാത്രം കയറി മുകളിൽ കണ്ടാൽ മതി. ബാക്കിയുള്ളൊരു താഴെ നിന്ന് കാണുന്നതായിരിക്കും ബെറ്റർ. നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇത് പിടിക്കും. തിരിച്ചിറങ്ങുന്ന കാര്യമാണ്. ഒന്ന് പിടിക്കാമോ? കയറി രക്ഷപ്പെട്ടു. ഇപ്പം അനൂപ് നമ്മുടെ കൂടെ കയറി വന്നിരിക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമുക്ക് അതെ പഴയ പുള്ളിങ്ങില്ലെന്നാണ് പുള്ളി പറയുന്നത്. നമുക്കിവിടെ 2 വഴി കാണുന്നുണ്ട്. നമുക്ക് ഈ വഴി പോയി നോക്കാം. ഇവിടെ മൊത്തം പായൽ പിടിച്ച് കിടക്കുക, തെറ്റിക്കിടക്കുവാണ്.
നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് പോയി ചുമ്മാ നോക്കാം. മുകളിൽ എന്തോ ഒരു വാട്ടർ ടാങ്ക് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് വരാൻ പോയി നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചിറങ്ങി പോകാം. ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 360 വ്യൂവിൽ നിങ്ങൾക്ക് കുറച്ച് വ്യൂ കാണാം എന്നുള്ളത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതും മഞ്ഞുള്ള സമയമാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യൂ കാണത്തില്ല, പക്ഷേ മഞ്ഞും മിസ്റ്റും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയിട്ട് 360 വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമ്മൾ ഏതാണ്ട് ഇതിൻ്റെ മണ്ടയിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു നല്ല മഞ്ഞൊക്കെ ഉള്ളപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഒരു രക്ഷയില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ നിറച്ച് മഞ്ഞ് നിൽക്കുന്ന കാണാം. അപ്പോൾ ഇന്ന് വലിയ മഞ്ഞ് ഇവിടെ ഇപ്പോൾ ഇല്ല, കുറച്ച് കഴിയുമ്പം വരും എന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾക്ക് സമയം കിട്ടുമോയെന്ന് അറിയത്തില്ല, അല്ലേടാ? അപ്പം ഗൈസ്, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. സോ ഇവിടെ ഭയങ്കര കാറ്റാണ് ഗൈസ്. കുറച്ച് കഴിയുമ്പോൾ നല്ല കാറ്റ് വരും. മഞ്ഞാണെങ്കിൽ നല്ല മഞ്ഞും വരുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ നമ്മൾ വിളിച്ചായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ അത്യാവശ്യം കാറ്റും മഞ്ഞൊക്കെ കുറവാണ്, പക്ഷെ വരും, കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോൾ അതൊക്കെ അക്കോർഡിംഗ്ലി നിങ്ങൾ നോക്കിയിട്ട് വന്നാൽ മതി. അപ്പം ബാക്കി കാര്യങ്ങൾ കണ്ടു നോക്ക്. ഇപ്പം കാണുന്നതാണ് ചിറ്റീന്ത്. ഇത് ചൂല് കെട്ടാനൊക്കെ ഉപയോഗിക്കും. ഈ ഒരു വ്യൂ പോയിൻ്റ് അതിശക്തമായ കാറ്റ് വീശുന്ന ഒരു സ്പോട്ടും കൂടിയാണ്. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റൊക്കെയാണ് ഇവിടെ വീശാറുള്ളത്. അങ്ങോട്ടൊന്ന് നോക്കണം, ആ വ്യൂ ഒന്ന് നോക്കണം. ഇവിടുത്തെ ക്ലൗഡ്സ് ആ ഒരു ടച്ച് ചെയ്തിട്ടുള്ള വ്യൂ വളരെ മനോഹരമാണത്. അപ്പം ഇവിടെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചാലായിരുന്ന 360 വ്യൂ. എൻ്റെ കൂടെ നിങ്ങൾക്കും 360 വ്യൂ ചെയ്യാവുന്നതാണ്. കണ്ടു നോക്കും. വളരെ വളരെ മനോഹരമായ പ്രകൃതി. വാട്ട് എ ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറമായിട്ടാണ് നമ്മുടെ അടയാളക്കൽ അമ്പലം ഉള്ളത്. അപ്പം അമ്പലത്തിന് കുറച്ച് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് അവിടം വരെ എത്രമാത്രം അടുത്ത് വരാൻ പോവോ അത്ര അടുത്ത് വരെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഈ ഒരു സ്ഥലത്തിന് അടയാളക്കല്ല് എന്ന് പറയുന്ന പേര് വരാൻ കാരണം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ്. ഇവിടെ വളരുന്ന ഒരു കല്ലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രം അടയാളക്കല്ല് ദേവീക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. നമ്മളിപ്പം വന്ന് നിൽക്കുന്നത് വളരെ നല്ലൊരു സ്ഥലത്താണ്. കാരണം ഇവിടെ നിന്നാൽ താഴ്ഭാഗം വേറെ അടിവാരങ്ങളൊക്കെ കുറേ കാണാം. അപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ ഉദയഗിരി വ്യൂ പോയിന്റിൽ പോയത്. ആ ഒരു പ്രദേശമാണ്. നമുക്ക് ഇവിടെ നിന്നാൽ അത് കാണാൻ പറ്റുന്നത്. ആ ടവറൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ അതും കണ്ടു നോക്കുക. മനോഹരമായ സമയത്ത് ഏകദേശം 3:30-4 മണിയായിട്ടുണ്ട് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. ആ സമയത്ത് ഇതാണ് ഇവിടുത്തെ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയറൊക്കെ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വന്ന് വേണമെങ്കിൽ കാഴ്ചകളെ കാണാം. ബാക്കി കാര്യം അനു പറയും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. പിന്നെ ഷെയറും ചെയ്യണം. ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണം. ബെല്ലൈക്കൺ തല്ലി പൊട്ടിക്കണം. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.